ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊക്കെ വളർത്തുന്നവർക്കാണെങ്കിൽ ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. ലോട്ടസിൻ്റെ ട്യൂബർ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളൊരു ട്യൂബർ ആണെങ്കിൽ അത് ഒരു 4-5 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് വെയിലുള്ള ഭാഗത്തൊക്കെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് ഇലയും വേരും ഒക്കെ വരും. എന്നിട്ട് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് നടാൻ എടുക്കുന്ന മണ്ണെന്ന് പറയുന്നത് നമ്മുടെ പറമ്പിലെ മണ്ണെടുക്കാം, വളക്കൂറുള്ള മണ്ണ് തന്നെ എടുക്കണം. കല്ലൊന്നും ഇല്ലാത്ത പൊടിയായിട്ടുള്ള മണ്ണ് തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ നടാനെടുക്കുന്ന പാത്രത്തിൽ ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ പകുതി ഭാഗത്തോളം മണ്ണും വളവും കൂടാണ് നമുക്ക് എടുക്കേണ്ടത്. അതിൻ്റെ അടിവളമായിട്ട് ചേർക്കേണ്ടത് വെർമി കമ്പോസ്റ്റ് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി, ആട്ടിൻകാഷ്ടമാണെങ്കിൽ അതുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതിയാവും. ഇപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്, പിന്നെ കുറച്ച് എല്ലുപൊടിയും. ഇത് നമ്മൾ ഒരു ലെയർ കുറച്ച് മണ്ണിട്ടിട്ട് വെർമി കമ്പോസ്റ്റ് ഒരു ചെറിയ ഒരു ചട്ടിയിലെടുത്തിട്ട് അത് നമുക്ക് ആ ഒരു നമ്മൾ നടാനെടുക്കുന്ന പാത്രത്തിൻ്റെ അളവനുസരിച്ച് വളം ചേർക്കുക. വെർമി കമ്പോസ്റ്റും ഒരു പിടി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ അങ്ങനെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ 1/4 ഭാഗത്തോളം നമ്മൾ സാധാ മണ്ണിടുക, പൊടിയായിട്ടുള്ള മണ്ണിടുക. അത് ചുമന്ന മണ്ണോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിലെ നല്ല മണ്ണോ എടുക്കുക. വളക്കൂറുള്ള മണ്ണ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. കല്ലുകളൊന്നും കാണരുതെന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം ഇതിൻ്റെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പെട്ടെന്ന് ഓടണം, എന്നാലേ അത് നല്ല രീതിയിൽ പെട്ടെന്ന് വളർച്ചയ്ക്ക് സഹായിക്കത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് പൊടിയായിട്ടുള്ള മണ്ണ് തന്നെ എടുക്കാൻ ശ്രമിക്കുക. ഇതിനിപ്പോൾ അര ഭാഗത്തോളം നമ്മൾ മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ട്യൂബർ നടാം. ഇലയും വേരും ഒക്കെ വന്ന ട്യൂബറാണ് നമ്മൾ നടാൻ എടുക്കുന്നത്. ഇത് ടബിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഈ ട്യൂബർ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് മണ്ണ് കൂടി ഇട്ടാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പൊടിയായിട്ടുള്ള മണ്ണാണല്ലോ, കണ്ടത്തിലെ അങ്ങനത്തെ ചള്ളയുള്ള പോലത്തെ മണ്ണല്ലാത്തത് കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. മുകളിൽ കുറച്ച് ഭാഗം മണ്ണ് ഇങ്ങനെ ഇട്ടാൽ മതി. അതിൻ്റെ ഇലയും പുതുതായിട്ട് വരുന്ന ആ ഗ്രോട്ടിപ്പുമൊക്കെ മണ്ണിന് മുകളിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കുക. ബാക്കി ട്യൂബറൊക്കെ കുറച്ച് മണ്ണിട്ട് അത് ലെവൽ ചെയ്ത് വെക്കുക. എന്നിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുത്തനെ വെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മണ്ണെല്ലാം അവിടെ ഇളകിയിട്ട് വെള്ളം പെട്ടെന്ന് അത് വെള്ളം അഴുക്കാകാൻ ചാൻസ് ഉണ്ട്. അപ്പം തെളിയാതെ കിടക്കും. അപ്പോൾ ഒരു ഇലയോ വല്ലതും വെച്ച്, ഇപ്പം നമുക്ക് താമരയുടെ തന്നെ ഇല വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഓസ് വെച്ചിട്ട് വെള്ളം ഒഴിക്കാം. ആ ഇലയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും തരത്തിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ചിലപ്പം ഇപ്പം പുറത്തൊക്കെ ഇരിക്കുന്നതെങ്കിൽ ടബ് മുഴുവൻ വെള്ളമാകാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഒരു പക്ഷേ രാവിലെ ആകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കളയുന്നതായിരിക്കും നല്ലത്. ഈ തണുപ്പൊക്കെ ഒരുപാട് അടിച്ചാലും വളർച്ചയ്ക്ക് പ്രശ്നമാകും. അത്യാവശ്യം നല്ല വെയിലുള്ളിടത്ത് തന്നെ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പുതിയ ഇലകൾ വീണ്ടും വരും. അന്നേരം നമുക്ക് കുറച്ചുകൂടെ വെള്ളം കൂട്ടിക്കൊടുത്ത് 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഫ്ലോട്ടിംഗ് ലീഫ്, അതായത് വെള്ളത്തിന് മുകളിൽ പോകാത്ത പരന്നിങ്ങനെ കിടക്കുന്ന ആ ഇലകളെല്ലാം ഫുള്ള് നിറയും, ടബിന് ഫുൾ നിറയും. അപ്പം നമുക്ക് ഫുള്ള് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1-1.5 മാസമൊക്കെ കഴിയുമ്പം ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫൊക്കെ വരുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ എന്തെങ്കിലും ചേർക്കാം. DAP, NPK അങ്ങനെയുള്ള വളങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞ് ചെറിയൊരു സ്പൂണ് മണ്ണിത്താത്ത് നടുക്കായിട്ട് നമുക്ക് വെക്കാം. അതൊന്ന് പിന്നെയും താമരയ്ക്ക് വളർച്ചയ്ക്കും പൂടാനൊക്കെ അത് സഹായിക്കും. അത്യാവശ്യം നല്ല രാവിലത്തെ തന്നെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ ലോട്ടസ് പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിലേ പൂക്കൾ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉള്ളൂ. തണലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പൂവും ഉണ്ടാകത്തില്ല, വളർച്ചയും കാണത്തില്ല. അപ്പം താമര വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് രാവിലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ, രാവിലെ മുതൽ ഉച്ച വരെയും വെയിൽ കിട്ടുന്ന ഭാഗത്ത് തന്നെ താമര വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.